വന്നോ കൊടുക്കാർക്ക് കൊടുക്കാത്തെന്ന് പറഞ്ഞാൽ 7 മണിക്ക് തുടങ്ങി ആ 3 മണിക്ക് അകത്ത് കഴിഞ്ഞു. ചിലപ്പോൾ അബദ്ധം പറ്റുമോ വെപ്പേരുടെ ഉള്ളിക്ക് നന്നായി. ആൾക്കാരെ വിടാൻ പറഞ്ഞു ആ ചച്ചേട്ടൻ അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. നമ്മൾ മെയിൻ ആൾക്കാരെ പോയി നിങ്ങൾ ചച്ചേട്ടൻ അങ്ങനെയില്ല. നമ്മൾ വലിയ ആളൊന്നും ഇല്ല ഇവിടെ. പൊങ്കാല വെക്കാത്തവരെ കാണാൻ വരുന്നവരാണ്. ഫേസ്ബുക്കിലിടോ നീ നൂറുകണക്കിന് പങ്കമാർ ഒരുമിച്ച് നിവേദ്യം മുൻഭാഗത്തേക്ക് ക്ഷേത്രത്തിന്റെ ഓരോ അടുപ്പിലും നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂപ്പൺ നമ്പർ എന്താണോ ആ നമ്പർ അനുസരിച്ചുള്ള അടുപ്പിന്റെ അടുത്ത് പോയി പൊങ്കാലയ്ക്കായി തയ്യാറാവേണ്ടതാണ്. നിങ്ങളുടെ കൂപ്പൺ പൊങ്കാലയ്ക്ക് എടുത്തിട്ടുള്ള കൂപ്പണിന്റെ നമ്പർ എന്താണോ ആ നമ്പർ അനുസരിച്ചുള്ള അടുപ്പിന്റെ അടുത്ത് പോയി പൊങ്കാലയ്ക്കായി തയ്യാറാക്കേണ്ടതാണ്. പൊങ്കാല വയ്ക്കാൻ ആവശ്യമായ കലം, അതുപോലെ തന്നെ കഴുകിയ അരി, വെള്ളം, വിറക്, തീ കത്തിക്കാനുള്ള കർപ്പൂരം എന്നിവയെല്ലാം അവിടെ തയ്യാറായിട്ടുണ്ട്. അരി കഴുകിയതാണ്, രണ്ടാമത് കഴുകേണ്ട ആവശ്യമില്ല. അരി കഴുകി കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു ബോട്ടിലിൽ 2 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേവിക്കാനുള്ള വെള്ളമാണ്. ആവശ്യമുള്ള വെള്ളം ആ കലത്തിൽ ഒഴിച്ച് പൊങ്കാല നിവേദ്യം തയ്യാറാക്കാവുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കലം, ഏകദേശം നടുവിലേക്ക് തീ കത്തിക്കാൻ ആവശ്യമായ വിറക്, തീ പിടിപ്പിക്കാൻ ആവശ്യമായ കർപ്പൂരം, അതുപോലെ തന്നെ വെള്ളം, കഴുകിയ അരി. എല്ലാ കലത്തിലും അരി കഴുകി വെച്ചിട്ടുണ്ട്. അരി കഴുകിയിട്ടാണ് കലത്തിൽ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത് ആ അരി കഴുകേണ്ട ആവശ്യമില്ല. അരി വളരെ വൃത്തിയായി കഴുകിയിട്ടാണ് ആ കലത്തിൽ ഇട്ടിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും അവരവരുടെ നമ്പർ അനുസരിച്ചുള്ള അടുപ്പിന്റെ അടുത്ത് പോയി പൊങ്കാലയ്ക്കായി തയ്യാറാക്കേണ്ടതാണ്. അല്പസമയത്തിനുള്ളിൽ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ദീപം, ഭഗവതിയുടെ മുന്നിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ദീപം ക്ഷേത്രത്തിൽ കുണ്ടനാട് വന പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ഭഗവതി സാന്നിധ്യമുള്ള അഗ്നി ക്ഷേത്രത്തിന്റെ നേരെ മുന്നിൽ കൂട്ടിയിട്ടുള്ള മഹാപണ്ടാര അടുപ്പിൽ പകരുന്നതോടുകൂടി ഈ വർഷത്തെ കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നു. അതിനുശേഷം ആ ഭഗവതി സാന്നിധ്യമുള്ള അഗ്നി ഓരോ അടുപ്പിലും പകരുന്നതോടുകൂടി പൊങ്കാല എന്ന മഹായാഗം അരൂർക്കാവിലമ്മയുടെ തിരുസന്നിധിയിൽ ആരംഭിക്കുന്നു. നിറഞ്ഞ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി അമ്മയുടെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട്, കുടുംബ ഐശ്വര്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, ദോഷ നിവാരണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും പൊങ്കാലയ്ക്കായി തയ്യാറാകുക. അല്പസമയത്തിനുള്ളിൽ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ഭഗവതിയുടെ മുന്നിൽ തെളിഞ്ഞ കൊണ്ടിരിക്കുന്ന അഗ്നി ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാട് വന പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിന്റെ നേരെ മുന്നിൽ, ഭഗവതിയുടെ നേരെ മുന്നിൽ കൂട്ടിയിരിക്കുന്ന ഭണ്ഡാര അടുപ്പിൽ പകരുന്നതോടുകൂടി ഈ വർഷത്തെ പൊങ്കാല ആരംഭിക്കുന്നു. അതിനുശേഷം ഭഗവതി സാന്നിധ്യമുള്ള അഗ്നി എല്ലാ അടുപ്പുകളിലും പകരുന്നതോടുകൂടി
അറ്റത്തേക്ക് പട്ടിലൂട്ടത്തിനാണ് നൂറുകണക്കിന് ഭക്തജനങ്ങൾ നല്ല പോയാ ചിട്ടോളെ ഭഗവതിക്ക് നേരിട്ട് സമർപ്പിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ഒരുപാടായ പൊങ്കാല അരൂർ കാവിലമ്മയുടെ തിരുസന്നിധിയിൽ ആരംഭിക്കുന്നു. അല്ല തിരഞ്ഞു വരില്ല കളത്തേക്ക് പോകുന്ന ക്ഷേത്രത്തിൽ വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും അവരവരുടെ മൂപ്പണിലുള്ള നമ്പർ ഉള്ള അടുപ്പിന്റെ അടുത്ത് പോയി പൊങ്കാലയ്ക്കായി തയ്യാറാകേണ്ടതാണ്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കലം, ആ കലത്തിൽ കഴുകിയ അരി, കത്തിക്കാനുള്ള വിറക്, തീ പിടിപ്പിക്കാനുള്ള കർപ്പൂരം, വേവിക്കാനുള്ള വെള്ളം എന്നിവയെല്ലാം അവിടെ അടുപ്പിന്റെ അടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആരും അരി കഴുകേണ്ട ആവശ്യമുള്ള കഴുകിയ അരിയാണ് അവിടെ തന്നിരിക്കുന്നത്. ആ കലത്തിൽ നിങ്ങൾക്ക് അരി വേളാൻ വേണ്ട വെള്ളം കഴിച്ച് പൊങ്കാല തയ്യാറാക്കാവുന്നതാണ്. അല്പസമയത്തിനുള്ളിൽ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ഭഗവതി സാന്നിധ്യം നിറഞ്ഞ അഗ്നി ക്ഷേത്രത്തിന്റെ നേരെ മുന്നിലുള്ള ഭണ്ഡാര അടുപ്പിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാടുവന പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ കാർത്തികത്വത്തിൽ പകരുന്നതോടുകൂടി ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നു. അതിനുശേഷം എല്ലാ അടുപ്പുകളിലും പകരുന്നതോടുകൂടി അരൂർ കാവിലമ്മയുടെ തിരുമുറ്റത്ത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഒന്നിച്ച് തയ്യാറാക്കി ഭഗവതിക്ക് സമർപ്പിക്കുന്ന മഹാപൊങ്കാല വൃശ്ചികമാസത്തിലെ കാർത്തിക ദിവസം ഭഗവതിയുടെ പിറന്നാളായ ഭഗവതിയുടെ നാളായ ഇന്ന് ഭഗവതിക്ക് സമർപ്പിക്കാവുന്ന ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടായ ഭഗവതിക്ക് ഒരു ഭക്തയ്ക്ക് നേരിട്ട് സമർപ്പിക്കാവുന്ന കുടുംബ ഐശ്വര്യത്തിനും ദോഷ നിവാരണത്തിനുമായി സമർപ്പിക്കാവുന്ന ഏറ്റവും പ്രധാന വഴിപാടായ പൊങ്കാല അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അയ്യോ നല്ല തിരക്കായില്ലേ. ഒരു നിമിത്തായിട്ടത് ഇതെങ്ങനെ അങ്ങടി അവിടെ ഒന്നിച്ച് തട്ടുമ്പോൾ നല്ല രീതിയിലുള്ള തീയും പുകയും ഉണ്ടാകും എന്നതിനാൽ പൊങ്കാല ഇടുന്ന ഭക്തജനങ്ങൾ ഒഴികെയുള്ള എല്ലാ ഭക്തജനങ്ങളും നിർബന്ധമായും പൊങ്കാല നടക്കുന്ന ആ മുറ്റത്തിൽ നിന്നും തീപിട്ടിൽ നിന്നും മാറേണ്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികളെ നിർബന്ധമായും അവിടെ നിന്നും മാറ്റേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പൊങ്കാല നടക്കുന്ന സ്ഥലം പരിശുദ്ധമായി ഭഗവതി സാന്നിധ്യമുള്ള പുണ്യാളം തെളിച്ച് ശുദ്ധിയാക്കിയാണ് ഇവിടെ പൊങ്കാല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെരുപ്പുകൾ നിർബന്ധമായും പൊങ്കാല നടക്കുന്ന സ്ഥലത്തു നിന്നും ഒഴിവാക്കേണ്ടതാണ്. ഇത് പരിശുദ്ധമായി ദൈവികമായ ഒരു കാര്യമാണ്. സ്വന്തമായി നിവേദ്യം തയ്യാറാക്കി ഭഗവതിക്ക് സമർപ്പിക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ അതിന്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിനായി എല്ലാ ഭക്തജനങ്ങളും പൊങ്കാല നടക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളും നിർബന്ധമായും അതുപോലെ തന്നെ അവരെ സഹായിക്കുന്ന ക്ഷേത്രത്തിന്റെ വളണ്ടിയേഴ്സും ചെരുപ്പുകൾ നമ്മുടെ ക്ഷേത്രത്തിന്റെ രീതി കണക്കിലെടുത്തുകൊണ്ട് പൊങ്കാല വെക്കുന്നവർ ഒഴികെ പൊങ്കാലയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
അതിപ്പോ പുകയത്ത് കണ്ടിട്ട് അമ്മയുടെ തിരുസന്നിധിയെ ഒരു യാഗഭൂമിയാക്കുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഭക്തജനങ്ങളുടെയും അടുപ്പിലേക്ക് അഗ്നി പകരുന്നതിനായി ക്ഷേത്രത്തിന്റെ നേരെ മുന്നിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള മണ്ഡാരടുപ്പിലേക്ക് ക്ഷേത്രതന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ബ്രഹ്മശ്രീ മണ്ഡലാടന പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പകർന്നു കഴിഞ്ഞു. ഇപ്പോൾ ഭഗവതി സാന്നിധ്യം നിറഞ്ഞ അഗ്നി പൊങ്കാല നൈവേദ്യം വളരെ നല്ല രീതിയിൽ ഭംഗിയായി ഭക്തിയോടുകൂടി തയ്യാറാക്കി ഭഗവതിക്ക് സമർപ്പിക്കാനായി ഭഗവതിയുടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും തയ്യാറായി നിൽക്കുക, പ്രാർത്ഥനയോടുകൂടി നിൽക്കുക. നിങ്ങളുടെ അടുത്തേക്ക് ഇതാ അഗ്നി പ്രവേശിച്ചു കഴിഞ്ഞു. ഓരോ അടുപ്പിലും അഗ്നി പകരുന്നതോടുകൂടി ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് ആരംഭം കുറിക്കുന്നു. ഒരു ഭക്തയ്ക്ക് നേരിട്ട് ഭഗവതിക്ക് സമർപ്പിക്കാവുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് പൊങ്കാല. സ്വന്തമായി അടുപ്പ് കൂട്ടി അതിൽ നിവേദ്യം പായസം തയ്യാറാക്കി അത് ഭഗവതിക്ക് നേരിട്ട് സമർപ്പിക്കുന്ന ഒരു യാഗമാണ് പൊങ്കാല. കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളായ ആറ്റുകാൽ ക്ഷേത്രം, കുളത്തുകാവ് മുതലായ ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന പൊങ്കാല ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ആദ്യമായി ആരംഭം കുറിച്ചത് തോട്ടക്കര അരൂർക്കാവിലാണ്. എത്രയോ വർഷങ്ങളായി അരൂർക്കാവിലമ്മയുടെ തിരുസന്നിധിയിൽ ഭഗവതിയുടെ സന്നിധിയെ ഒരു യാഗഭൂമിയാക്കിക്കൊണ്ട് പൊങ്കാല നടന്നു വരുന്നു. ഈ വർഷത്തെ 2025 വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു. നിറഞ്ഞ ഭക്തിയോടും പ്രാർത്ഥനയോടും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാ ഭക്തജനങ്ങളും പൊങ്കാലയ്ക്കായി തയ്യാറാകുക. ആരും തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നിലും പിന്നിലും എല്ലാവരുടെയും മുന്നിലും പിന്നിലും അടുപ്പുകളുള്ളത് കൊണ്ട് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി മാത്രം നിവേദ്യം തയ്യാറാക്കേണ്ടതാണ്. കൂടുതൽ വിറക് കൂട്ടി കത്തിച്ച് കൂടുതൽ വിറക് കൂട്ടിയിട്ട് അതിന് തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. കുറേശ്ശെ വിറക് കൂട്ടി കത്തിച്ച് സാവധാനത്തിൽ നിവേദ്യം തയ്യാറാക്കിയാൽ മതി. നിവേദ്യങ്ങൾ തയ്യാറായതിനു ശേഷം മാത്രമേ പൊങ്കാല സമർപ്പണം നടക്കുകയുള്ളൂ. എല്ലാവരുടെയും നിവേദ്യങ്ങൾ തയ്യാറായതിനു ശേഷം മാത്രമേ പൊങ്കാല സമർപ്പണം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളും, പ്രത്യേകിച്ച് പൊങ്കാലക്കായി തയ്യാറായി വന്ന എല്ലാ ഭക്തജനങ്ങളും തിരക്ക് പിടിക്കാതെ നിവേദ്യം തയ്യാറാക്കേണ്ടതാണ്. പൊങ്കാല ഇടുന്ന ഭക്തജനങ്ങൾ വരികയുള്ള എല്ലാവരും അവരുടെ പൊങ്കാല നടക്കുന്ന സ്ഥലത്തു നിന്ന് മാറി നിൽക്കേണ്ടതാണ്, സൈഡിലേക്ക് നിൽക്കേണ്ടതാണ്. പൊങ്കാല ഇടുന്ന ഭക്തജനങ്ങളും ക്ഷേത്ര കമ്മിറ്റി വളണ്ടിയേഴ്സും ഒഴികെയുള്ള എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്ര തിരുമുറ്റത്തു നിന്നും പൊങ്കാല നടക്കുന്ന ക്ഷേത്ര തിരുമുറ്റത്തു നിന്നും നിർബന്ധമായും മാറേണ്ടതാണ്. ചെരുപ്പുകൾ എല്ലാവരും നിർബന്ധമായും ക്ഷേത്ര നടയിൽ നിന്നും
പ്രത്യേകിച്ച് പൊങ്കാല നടക്കുന്ന സ്ഥലത്തു നിന്നും ഒഴിവാക്കേണ്ടതാണ്. ചെരുപ്പുകൾ നിർബന്ധമായും ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ പരിശുദ്ധമായി വളരെ ഭക്തിയോടുകൂടി ചെയ്യേണ്ട ഒരു കർമ്മമായതുകൊണ്ട് തന്നെ ചെരുപ്പുകൾ നിർബന്ധമായും ഒഴിവാക്കുക. സ്വന്തമായി അടുപ്പ് കൂട്ടി അത് കത്തിച്ച് സ്വന്തമായി നിവേദ്യം തയ്യാറാക്കി അത് ഭഗവതിക്ക് നേരിട്ട് സമർപ്പിക്കുന്ന അതിവിശേഷപ്പെട്ട ചടങ്ങാണ് പൊങ്കാല. ആത്മസമർപ്പണമാണ് പൊങ്കാല. ഇവിടെ ശരീരത്തിനെ സൂചിപ്പിക്കുന്നു. അരി നമ്മളുടെ മനസ്സിനെ സൂചിപ്പിക്കുന്നു. അഗ്നി ഭക്തിയെ സൂചിപ്പിക്കുന്നു. ശരീരമാകുന്ന തലത്തിൽ മനസ്സാകുന്ന അരി ഭക്തി പാകമാക്കി തയ്യാറാക്കി ആ മനസ്സിനെ ആ ശരീരത്തിനെ പൂർണ്ണമായും വേവിച്ച് സമർപ്പിക്കുന്ന ഒരു പരിപൂർണ സമർപ്പണമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളായ ആറ്റുകാൽ ക്ഷേത്രം, കുളത്തകാവ് മുതലായ ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നു വന്ന ദുർഗാ ഭഗവതിക്ക് കാരകത്വം ദുർഗാ ഭഗവതിയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അഗ്നി നക്ഷത്രവും ഭഗവതിയുടെ നക്ഷത്രവും പൗർണമി കൂടി ഒന്നിച്ചു വരുന്ന വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസം ഭഗവതിയുടെ പ്രീതിക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അതുകൊണ്ടാണ് ഓരോ ഭവനങ്ങളിലും കാർത്തിക ദീപം കൊളുത്തി വെച്ച് നമ്മൾ ഭഗവതിയെ എതിരേൽക്കുന്നത്. കാരണം അഗ്നി തന്നെയാണ് ഭഗവതി. ആ അഗ്നി ഉപയോഗിച്ച് ഭഗവതി സാന്നിധ്യം, ഭഗവതിയോടുള്ള ഭക്തിയാകുന്ന അഗ്നി ഉപയോഗിച്ച് നമ്മുടെ മനസ്സാകുന്ന അരി ശരീരമാകുന്ന കലത്തിൽ വേവിച്ച് പാകമാക്കി മധുരമുള്ള നിവേദ്യമാക്കി അത് ഭഗവതിക്ക് നേരിട്ട് സമർപ്പിക്കുന്ന ഒരു യാഗമാണ്, ഒരു സമർപ്പണമാണ്, ആത്മസമർപ്പണമാണ് പൊങ്കാല. അതുകൊണ്ട് തന്നെ ഒരു ഭക്തയ്ക്ക് ഭഗവതിയോട് നേരിട്ട് ചെയ്യാവുന്ന, ഭഗവതിക്ക് നേരിട്ട് നടത്താവുന്ന അതിവിശേഷപ്പെട്ട ഒരു വഴിപാടാണ് പൊങ്കാല. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, താല്പര്യത്തോടുകൂടി, ഉള്ളിൽ നിറഞ്ഞ നാമജപങ്ങളോടുകൂടി നാമം ജപിക്കാൻ എല്ലാവരും നാമം ജപിക്കുക. നിങ്ങൾക്കറിയാവുന്ന ദേവീ നാമങ്ങൾ ജപിക്കുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്ന നാമം എല്ലാവർക്കും ജപിക്കാം. സഹസ്രനാമം അറിയുന്നവർക്ക് സഹസ്രനാമം ജപിക്കാം. ദേവീ മഹാത്മ്യം അറിയുന്നവർക്ക് ദേവീ മഹാത്മ്യം ജപിക്കാം. ഭഗവതിയുടെ മറ്റു നാമാവലികൾ എല്ലാവിധത്തിലുള്ള ആപത്തുകളും നമ്മളുടെ കുടുംബത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തി നിറഞ്ഞ മനസ്സുമായി മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് നിറഞ്ഞ ഭക്തിയോടുകൂടി ആദിപരാശക്തിയായ പരബ്രഹ്മസ്വരൂപിണിയായ അരൂർക്കാവ് ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്നലെ ബുധനാഴ്ച ഉദയാസ്തമന പൂജ നടന്നു കഴിഞ്ഞു. ശ്രീമതി കല്യാണിക്കുട്ടിയമ്മ കൈലാസം തോട്ടക്കര അവരുടെ വകയായി ഉദയാസ്തമന പൂജ
വൈകുന്നേരം ഉണ്ണികൃഷ്ണൻ അവരുടെ വകയായി കുട്ടികളൊക്കെ നടമാല, തുടർന്ന് ഡബിൾ തായമ്പഴ, രാമകൃഷ്ണൻ തോട്ടങ്ങര രാജു എന്നിവർ അവതരിപ്പിച്ച ഡബിൾ തായമ്പഴ, കുട്ടികളൊക്കെ പൂമൂടൽ, ഉത്തരാ ക്ഷേത്രത്തിലെ ഭഗവത്കേള, അത്താഴ പൂജ, അതുപോലെ തന്നെ സ്പെഷ്യൽ മെഗാ ഷോ പടയോട്ടം, രമേശ് പഴയന്നൂരാൻ പാർട്ടി അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ മെഗാ ഷോ പടയോട്ടം എന്നിവയാണ് ഇന്ന് കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ അരൂർ കാവിലമ്മയുടെ തിരുക്കല്ലിൽ നടക്കുന്ന വിശേഷാൽ ചടങ്ങുകളും വിശേഷാൽ പരിപാടികളും കലാപരിപാടികളും. എല്ലാവരും നാമജപത്തോടുകൂടി നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാതെ 11-ാം തീയതി വരെ നമുക്ക് മുടക്കല്ലേ? അതെ, അങ്ങനെന്താ കഴിയുന്നത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേറെ പണിയും തരത്തില്ല. ആർക്കെങ്കിലും പൊങ്കാല വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടാൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ആർക്കെങ്കിലും പൊങ്കാല വയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുൻകൂട്ടി റെസീറ്റ് ആക്കാതെ ആർക്കെങ്കിലും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഏതെങ്കിലും ഭക്തജനങ്ങൾക്ക് പൊങ്കാല നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. സാന്നിധ്യം വിളിച്ചു വരുന്നുണ്ട്. കൃഷ്ണപ്പനത്തിനെ അല്പസമയം മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ്. ഭഗവതിയുടെ പിറന്നാളാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസമായ ഇന്ന്. നൂറുകണക്കിന് ദീപങ്ങൾ ഒന്നിച്ചു തെളിയുന്ന കാർത്തിക ദീപം അഗ്നിയിലൂടെ ഭഗവതിക്കുള്ള ആരാധനയാണ്. ആ അഗ്നി ഉപയോഗിച്ച് ഇവിടെ ഭഗവതിക്ക് നിവേദ്യം തയ്യാറാക്കി ആ നിവേദ്യം ഭഗവതിക്ക് നേരിട്ട് സമർപ്പിക്കുന്നതോടുകൂടി നമ്മുടെ ദോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം തീർന്ന് പരിപൂർണമായ കുടുംബക്ഷേമവും കുടുംബ ഐശ്വര്യവും ദീർഘമാംഗല്യവും മംഗല്യഭാഗ്യവും സന്താനഭാഗ്യവും കർമ്മവിജയവും ദാമ്പത്യ സുഖവും നമുക്ക് ലഭിക്കുന്നു എന്നാണ് സങ്കല്പം. അതിനായിക്കൊണ്ട് വ്രതമെടുത്ത് ഭഗവതിയുടെ തിരുമുന്നിൽ നമ്മൾ തന്നെ അടുപ്പ് കൂട്ടി ത്യാഗം സഹിച്ച് പുകയും ചൂടും സഹിച്ച് ബുദ്ധിമുട്ടി നിവേദ്യം തയ്യാറാക്കി ഭഗവതിക്ക് സമർപ്പിക്കുമ്പോൾ ആ ത്യാഗത്തിന്റെ പ്രതിഫലം അനുഗ്രഹമായി നമുക്ക് ഭഗവതി തരുന്നു. അതിനായി എല്ലാവരും മറ്റു ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് അത്രയും സ്ഥലം പരിമിതിയാണ്. എല്ലാവരുടെയും നിവേദ്യം തയ്യാറായി കഴിഞ്ഞാൽ കാര്യമില്ല, നല്ല ആൾക്കാരുടെ സമസ്ത അപരാധം എല്ലാ പൊങ്കാലും ഭഗവതിക്ക് പൂർണ്ണമായും സമർപ്പിച്ചു കഴിഞ്ഞാൽ പൊങ്കാല സമർപ്പിച്ച ഭക്തജനങ്ങൾ വഴി വഴിയായി വന്ന് വളരെയധികം ചൂടും പുകയും വെയിലും സഹിച്ച് വളരെയധികം ബുദ്ധിമുട്ടി നിവേദ്യം തയ്യാറാക്കിയ ഭക്തജനങ്ങൾക്കാണ് ആദ്യത്തെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാടുമന പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ എല്ലാ പൊങ്കാല നിവേദ്യങ്ങളിലും കളിക്കുന്നതോടുകൂടി നിങ്ങൾ തയ്യാറാക്കിയ നിവേദ്യം ഇഷ്ട ഭക്ഷണമായി, ഇഷ്ട നിവേദ്യമായി, അമൃത ഭക്ഷണമായി ഭഗവതി സ്വീകരിക്കുകയും പരിപൂർണമായ അനുഗ്രഹം നമുക്ക് തരികയും ചെയ്യുന്നു. നേരെ തിരിഞ്ഞു നിൽക്കുക. എല്ലാ ഭക്തജനങ്ങളും അതുപോലെ തന്നെ ഈ പൊങ്കാല കാണാനായി വന്നിരിക്കുന്നവരും ഭഗവതിയുടെ നേരെ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുക. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഉറക്കെ ഏറ്റുചൊല്ലേണ്ടതാണ്. നമ്മളുടെയും നമ്മളുടെ കുടുംബത്തിന്റെയും ദോഷനിവാരണങ്ങൾക്കും എല്ലാവിധത്തിലുള്ള ആപത്തുകൾ ഒഴിവാകുന്നതിനും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിനും നേരിട്ട് പ്രാർത്ഥിക്കുന്ന വിളിച്ചുചൊല്ലി പ്രാർത്ഥന. ഈ കലിയുഗത്തിൽ നാമജപത്തിനും പ്രാർത്ഥനയ്ക്കുമാണ് ശക്തി. നാമസങ്കീർത്തനം, ഒന്നിച്ച് നാമങ്ങൾ ചൊല്ലുന്നതിന്റെ ഒരു ഫലം, ഒരു ശക്തി മറ്റൊന്നിനുമില്ല. സങ്കീർത്തനം
ത എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് എല്ലാവരും ഒന്നിച്ച് ചെല്ലുന്നതിന്റെ ശക്തിയും ഒന്നിച്ച് ഫലപ്രാപ്തിയും വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കൂട്ട പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. എല്ലാവരും അവരവരുടെ അടുപ്പിന്റെ അടുത്ത് വന്ന് ഭഗവതിയുടെ നേരെ പടിഞ്ഞാട്ട് തിരിഞ്ഞ് തൊഴിൽ കൈകളോടുകൂടി നിൽക്കുക. ഇതാ ഇവിടെ വിളിച്ചുചൊല്ലി പ്രാർത്ഥന ആരംഭിക്കുന്നു. വിളിച്ചുചൊല്ലി പ്രാർത്ഥന ആരംഭിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും അവരവരുടെ അടുപ്പിന്റെ അടുത്ത് പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കുക. ഭഗവതിയുടെ നടയുടെ നേരെ നിൽക്കുക. നടയുടെ നേരെ തിരിഞ്ഞു നിൽക്കുക. തൊഴിൽ നിൽക്കുക. ഇതാ വിളിച്ചുചൊല്ലി പ്രാർത്ഥന ആരംഭിക്കുന്നു. വിളിച്ചുചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം പൊങ്കാല സമർപ്പണം ക്ഷേത്ര തന്ത്രിയുടെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിൽ നടക്കുന്നതാണ്. എല്ലാവരും ഏറ്റു ചൊല്ലുക. ദയവായി ഭക്തജനങ്ങൾ ബഹളം വയ്ക്കാതെ ഇരിക്കുക. ഇവിടെ ചൊല്ലുന്ന പ്രാർത്ഥന എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്. അതിലെല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. ഭക്തജനങ്ങൾ ബഹളം വയ്ക്കാതെ ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലേണ്ടതാണ്. എല്ലാവരും ഏറ്റുചൊല്ലുക. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ കാരുണ്യ ഭാവേന രക്ഷ മഹേശ്വരി. സർവലോകങ്ങളിലും സകല വസ്തുക്കളിലും സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ലോകമാതാവേ അരൂർക്കാവിലമ്മേ അകവും പുറവും ആദിപരാശക്തി അവിടുന്ന് തന്നെയാകുന്നു. ഒന്നും അറിഞ്ഞുകൂടാത്തവനും നിസ്സാരനുമായ അടിയന്റെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. മാറാരോഗങ്ങളും ആദിവ്യാധികളും എന്റെ കുടുംബത്തിൽ ഉണ്ടാകരുതേ. അംഗവൈകല്യങ്ങളും അപകടങ്ങളും ഞങ്ങൾക്കും ഞങ്ങളുടെ സന്തതികൾക്കും ഉണ്ടാകാതെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ആയുസ്സും ആരോഗ്യവും അമ്മയുടെ അനുഗ്രഹത്താൽ വർദ്ധിപ്പിക്കണമേ. നല്ലതായ മംഗല്യഭാഗ്യവും സന്താനഭാഗ്യവും സത്പുത്രിയും വിദ്യയും ഭക്തിയും അനുഗ്രഹിക്കണമേ. ആദിപരാശക്തിയായ അരൂർക്കാവിലമ്മേ അവിടുത്തെ അനുഗ്രഹത്താൽ എന്റെ കുടുംബത്തിലുള്ളവരുടെ ദുർബുദ്ധിയും ദുശ്ശീലവും ചീത്ത കൂട്ടുകെട്ടുകളും മദ്യപാനവും ചൂതുകളികളും മറ്റു നടപടി ദോഷങ്ങൾ മൂലം ഞങ്ങളുടെ കുടുംബം അധപ്പതിക്കുവാൻ ഇടയാകരുതേ. നല്ലവരായ കൂട്ടുകാരും സമാധാനവും സന്തോഷവും എപ്പോഴും എന്റെ കുടുംബത്തിൽ ഉണ്ടാകണമേ. ജീവിതമെന്തെന്ന് അറിയാതെ അലയുന്ന ഞങ്ങളെ നേരായ മാർഗത്തിൽ എത്തിക്കണമേ. സത്യസ്വരൂപിണിയും ലോകമാതാവുമായ അരൂർക്കാവിലമ്മേ ശത്രുദോഷങ്ങളും ദുഷ്കർമ്മഫലങ്ങളും പൈശാചികമായ ദോഷങ്ങൾ ഒന്നും തന്നെ ഞങ്ങളെ
സ്പർശിക്കാതെ അവിടുന്ന് കാവലായിരിക്കണമേ. ഞങ്ങളും സന്തതികളും പോകുന്നിടത്തും വസിക്കുന്നിടത്തും കരുണാമയിയായ ഭഗവതി ദൈവമാകുന്ന അമ്മേ ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണമേ. ഞങ്ങളെയും കുഞ്ഞുങ്ങളെയും അമ്മ കാത്തുരക്ഷിക്കണമേ. ജീവിത മഹാസാഗരത്തിൽ ഉഴന്ന് എന്റേതെന്നും പറഞ്ഞ് അലയുന്ന അജ്ഞാനികൾക്ക് നിന്റെ തത്വം ഇങ്ങനെ ഗ്രഹിക്കാനാകും. അന്യനെ ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന യാതൊരു ചിന്താഗതിയും മനസാ വാച കർമ്മണ അടിയന് തോന്നരുതേ. ലോകാംബികെ ദേവി മഹേശ്വരി അടിയങ്ങളിൽ കരുണയുണ്ടാകണമേ. അവിടുന്ന് ലോകത്തിന്റെ മാതാവാണ്. എന്റേതായി ഈ ലോകത്തിൽ അമ്മേ നീ മാത്രമേയുള്ളൂ. മായാബന്ധത്താൽ എന്റേതെന്ന് തോന്നിക്കുന്ന സകലതും തൃക്കാൽക്കൽ സമർപ്പിച്ച് അടിയൻ തൃക്കാൽക്കൽ വീഴുന്നു. അടിയന് ഇനിയുമൊരു ജന്മമുണ്ടെങ്കിൽ അത് നിന്നിലായിരിക്കണമേ. കോടാനുകോടി രൂപങ്ങളിലും നാമങ്ങളിലും അമ്മയെ വാഴ്ത്തി സ്തുതിക്കുന്നു. തുരുമ്പിലും കല്ലിലും പുല്ലിലും എന്നുവേണ്ട സകലതിലും നിന്നെ മാത്രം കാണുന്നു. സത്യസ്വരൂപിണിയായ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പൂജിക്കണമെന്നും അടിയന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അടിയന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് നീ മാപ്പ് തരേണമേ. കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും എന്നുവേണ്ട സകലതും അമ്മേ പരാശക്തി കരുണാമയി നീ മാത്രമാകണമേ. ജീവാത്മാവും പരമാത്മാവും നീയാകുന്നു. അരൂർക്കാവിലമ്മേ നിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ മഹത്വം ലോകം മുഴുവൻ വാഴ്ത്തി സ്തുതിക്കണമേ. അമ്മേ എന്റെ കുടുംബത്തിലുള്ളവർക്ക് അറിവും തരേണമേ. മഹാരോഗങ്ങൾ മാറ്റിത്തരണമേ. എന്റെ ശരീരക്ലേശങ്ങൾ ബാധകളായി ഞങ്ങളിൽ നിൽക്കുന്ന എല്ലാ ഉപദ്രവങ്ങളെയും അമ്മയുടെ തിരുനാമത്തിൽ ഭസ്മമാക്കണമേ. ഞങ്ങളെ ശുദ്ധരാക്കണമേ. ശരീരത്തിനും മനസ്സിനും ബലം തരേണമേ. ദൈവമാകുന്ന അരൂർക്കാവിലമ്മേ സുഖം കൂടുമ്പോൾ അമ്മയെ മറക്കാനും ദുഃഖം കൂടുമ്പോൾ അമ്മയെ നിന്ദിക്കാനും അടിയന് തോന്നരുതേ. സുഖത്തിലും ദുഃഖത്തിലും അമ്മയാകുന്ന ഭഗവതി നിൻ പാദം ഞങ്ങൾക്ക് ശരണമായി വരേണമേ. അരൂർക്കാവിലമ്മേ ഈശ്വരി നിത്യനായികേ അവിടുത്തെ പരീക്ഷണം ആർക്കും സാധിക്കുകയില്ല. പരദൂഷണം പറയുവാനും മറ്റുള്ളവരെ നിന്ദിക്കാനും അന്യന്റെ ഉയർച്ചയിൽ അസൂയപ്പെടാനും അമ്മേ എനിക്ക്
തോന്നരുതേ. എന്റെ മനസ്സിന്റെ ഇല പോലും മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കരുതേ. എന്റെ ശരീരവും ബുദ്ധിയും മറ്റുള്ളവർക്ക് ഉപകാരമായി തീരണമേ. കളങ്കമില്ലാത്ത ഭക്തി എനിക്കുണ്ടാകണമേ. ഈശ്വരനിന്ദ ചെയ്യാൻ തോന്നരുതേ. ഏതു നിമിഷവും എല്ലാം വെടിഞ്ഞ് എല്ലാവരെയും തിരിഞ്ഞു പോകേണ്ടതായ ഞങ്ങൾക്ക് മതമത്സരാദികൾ ഒരിക്കലും തോന്നിക്കരുതേ. ശാശ്വതമായ ഭക്തിയും സ്നേഹവും എനിക്ക് എപ്പോഴും തരേണമേ. മദ്യവും ചൂതുകളിയും മുൻകോപവും എന്നെ തീണ്ടുക പോലും അരുതേ. അരൂർക്കാവിലമ്മേ എന്റെ ജീവിതം അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എത്ര വലിയ ദുഃഖത്തിലും നിന്റെ നാമം ഞാൻ കൈവിടുകയില്ല. സ്നേഹനിധിയായ അമ്മേ, ഒരു സന്തതിയായി സ്വീകരിച്ച് ഞങ്ങളെ രക്ഷിച്ച് അനുഗ്രഹിക്കണമേ. അരൂർക്കാവിലമ്മേ ശരണം. ചരാചര ജഗന്നാഥേ സൃഷ്ടി ഭക്തപ്രിയേ നമസ്തേ സർവപാപം ക്ഷമസ്വമേ. എല്ലാവരും നമസ്കരിക്കാന്ന് സങ്കല്പിച്ചിട്ട് മുന്നിലുള്ള നിലം ഒന്ന് തൊട്ട് തലയിൽ വെക്കാം. ഇനി പൊങ്കാല സമർപ്പണം ആരംഭിക്കുകയാണ്. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള തീർത്ഥം എന്ന പൊങ്കാല സമർപ്പണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനായി ആ ധന്യ നിമിഷത്തിനായി എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. മറ്റു ചിന്തകളെല്ലാം മാറ്റിവെച്ച് അമ്മയുടെ നാമം ജപിച്ച് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണ നമസ്തുതേ എന്ന നാമം ജപിച്ച് അമ്മേ നാരായണ ദേവി നാരായണ എന്ന നാമം ജപിച്ച് മറ്റു സ്തുതികളും സ്തോത്രങ്ങളും ജപിച്ച് എല്ലാവരും ഈ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുക്കുക. നിങ്ങൾ തയ്യാറാക്കിയ ഈ പായസം ഇഷ്ടഭക്ഷണമായി അമൃത നിവേദ്യമായി ഭഗവതി സ്വീകരിക്കുന്നതായി മനസ്സിൽ പൂർണ്ണമായി സങ്കല്പിക്കുക. നമ്മുടെ സങ്കല്പത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ആ നിവേദ്യം നിങ്ങൾ തയ്യാറാക്കിയ നിവേദ്യം ഭഗവതി സ്വീകരിച്ച് പരിപൂർണമായ അനുഗ്രഹം നിങ്ങൾക്ക് ഭഗവതി നിങ്ങൾക്ക് പരിപൂർണമായ അനുഗ്രഹം തരയണമേ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കുക. അടുത്ത വർഷവും യാതൊരു തരത്തിലുള്ള ദോഷങ്ങളുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നമുക്ക് പൊങ്കാലയിടാൻ സാധിക്കണേ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കുക. വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസമായ ഭഗവതിയുടെ പിറന്നാൾ ദിവസമായ ഇന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും പരിപൂർണമായ സമർപ്പണത്തോടുകൂടി പൂർണ്ണമായും ഭഗവതിക്ക് സമർപ്പിക്കാവുന്ന വളരെ വിശേഷപ്പെട്ട വഴിപാടാണ് പൊങ്കാല. ആ പൊങ്കാല ഭഗവതിക്ക് സമർപ്പിക്കുന്ന പൊങ്കാല സമർപ്പണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി നിൽക്കുക, നാമജപത്തോടുകൂടി നിൽക്കുക, തൊഴിൽ കൈകളോടുകൂടി നിൽക്കുക. ഈ നിവേദ്യം നിങ്ങൾ തയ്യാറാക്കിയ നിവേദ്യം പൂർണ്ണമായും സ്വീകരിച്ച് പരിപൂർണമായ അനുഗ്രഹം ഭഗവതി നമുക്ക് തരാനായി പ്രാർത്ഥിക്കുക. ഭഗവതിയുടെ പരിപൂർണമായ അനുഗ്രഹത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകം എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിക്കുക. ഇപ്പോൾ പൊങ്കാല സമർപ്പണം നടക്കുകയാണ്. പൊങ്കാല സമർപ്പണത്തിന് ശേഷം പൊങ്കാല സമർപ്പണം പൊങ്കാല സമർപ്പിച്ച എല്ലാ ഭക്തജനങ്ങളും വരിയായി വന്ന് ക്ഷേത്രത്തിനകത്ത് പോയി ഭഗവതിയെ തൊഴിൽ പ്രാർത്ഥിച്ച് ക്ഷേത്ര തന്ത്രിയിൽ നിന്നും പ്രസാദം സ്വീകരിച്ച് ദക്ഷിണ സമർപ്പിച്ച ഭക്തജനങ്ങൾ ക്ഷേത്ര തിരുവട്ടത്ത് അടുപ്പ് കൂട്ടി തീ കത്തിച്ച് മൺകലത്തിൽ പായസം തയ്യാറാക്കി ആ പായസം ഭഗവതിക്ക് സമർപ്പിക്കുന്ന പൊങ്കാല സമർപ്പണമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും തയ്യാറാക്കിയ ആ പായസം, ആ നിവേദ്യം ഇഷ്ടഭക്ഷണമായി നിവേദ്യമായി ഭഗവതിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ക്ഷേത്രത്തിനകത്തേക്ക് പോകേണ്ടതാണ്. എല്ലാവരുടെയും പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് എല്ലാവർക്കും തീർത്ഥം തളിച്ച് ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും പരികർമ്മികളും ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയിട്ടാണ് പ്രസാദം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയം കൂടി എല്ലാവരും വെയിറ്റ് ചെയ്യുക.
എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊങ്കാല സമർപ്പിച്ചവർ വരിയായി നിൽക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ പൊങ്കാല സമർപ്പിച്ച നമ്പർ അനുസരിച്ച് വരിയായി നിൽക്കുക. തിക്കും തിരക്കും കൂട്ടരുത്. ഇത്രയും നേരം കാണിച്ച ക്ഷമ തുടർന്നും കാണിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഇത്രയും നേരം വളരെയധികം ചൂടും പുകയും വെയിലും കഴിച്ച് പൊങ്കാല നിവേദ്യം തയ്യാറാക്കിയ നിങ്ങൾ ഓരോരുത്തരും അത് ആദ്യത്തെ ട്രിപ്പ് അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിഭവസമൃദ്ധമായിട്ടുള്ള പ്രസാദകൂട്ടാണുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദകൂട്ടിൽ പങ്കെടുക്കാവുന്നതാണ്. അതുകൊണ്ട് പൊങ്കാല ഇഷ്ടവർ ഒഴികെയുള്ളവർ സൈഡിലേക്ക് നിൽക്കേണ്ട ഒരാളും കേട്ടില്ല. വലിയ ഒരു ഭക്തജനങ്ങളല്ലേ എല്ലാവരും കഴിക്കണേ. ഞാനും എന്റെ ഭർത്താവും കട്ടാനും എല്ലാരും വിചാരം രണ്ടിലെടുത്ത് അപ്പുറത്ത് പുറത്തെടുത്താൽ മതി. എന്നാ പിടിച്ചോ. കേട്ടോ ഇതിലേതെങ്കിലും പറ്റുമോ നോക്കൂ. വണ്ടി അതിൽ കയറാം. ഒന്ന് ചോദിക്കട്ടെ. ഇവരെ അവിടെ എത്തിയിട്ട് ഞാൻ നേരം